അപ്പോൾ ഓരോ വീഡിയോ ഇടുമ്പോൾ നമുക്ക് ഇന്നത് ആഡ് ചെയ്യണം, എന്താണ് അവർ അത് ആഡ് ചെയ്തിരിക്കുന്നത്, നമുക്കും അതുപോലെ ആഡ് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വരും. അപ്പോൾ ഇങ്ങനെ ഓരോരോ മാറ്റങ്ങൾ നമ്മൾ വരുത്തിക്കൊണ്ടേയിരിക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനാണ് കൂടുതലും യൂസ്ഫുൾ ആയിരിക്കുക. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക, എങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേച്ചി വീഡിയോ ചെയ്യുമ്പോൾ സൈഡ് സ്ക്രീനിൽ വീഡിയോ അല്ലെങ്കിൽ ഇമേജ് ഒക്കെ കൊടുക്കാറില്ല, അത് എങ്ങനെയാണ് എന്ന് കേട്ടോ. അപ്പോൾ എനിക്കും ഇത് മുമ്പൊന്നും അറിയത്തില്ലായിരുന്നു. ഞാനും അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ. പിന്നെ കുറേ നോക്കി പഠിച്ചായിരുന്നു. ഓവർലേ കൊടുക്കുന്നതാണ് കേട്ടോ. നമ്മളൊരു വീഡിയോയ്ക്ക് ഉള്ളിൽ തന്നെ വീഡിയോ വീണ്ടും കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇമേജ് കൊടുക്കാൻ പറ്റും. ഞാനിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ അതിൽ സൈഡായിട്ട് പ്ലേലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇന്ന വീഡിയോസ് ഒക്കെയാണ് എന്ന് പറഞ്ഞിട്ട് കാണിക്കാറുണ്ട് അല്ലേ. അതൊക്കെ ഓവർലേ ആയിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇമേജും കൊടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് കൊടുക്കാൻ പറ്റും. എല്ലാ ആപ്പിലും ഉള്ളതാണ് കേട്ടോ ഓവർലേ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണും. നമുക്ക് അതൊന്നും അറിയത്തില്ല തുടക്കത്തിൽ. നമ്മൾ ഓരോരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാവുന്നത് കേട്ടോ. നമുക്ക് ചിലപ്പോൾ ഒറ്റയടിക്ക് തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാകണമെന്നില്ല. ഓരോ പ്രാവശ്യമായിട്ടായിരിക്കും ഓരോ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അപ്പോൾ ഓരോ വീഡിയോ ഇടുമ്പോൾ നമുക്ക് ഇന്നത് ആഡ് ചെയ്യണം, എന്താണ് അവർ അത് ആഡ് ചെയ്തിരിക്കുന്നത്, നമുക്കും അതുപോലെ ആഡ് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വരും. അപ്പോൾ ഇങ്ങനെ ഓരോരോ മാറ്റങ്ങൾ നമ്മൾ വരുത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെ തന്നെയാണ് എല്ലാവരും വീഡിയോ എഡിറ്റിംഗ് കറക്റ്റായിട്ട് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് YT Create എന്നൊരു ആപ്പിലാണ്. അത് യൂട്യൂബിന്റെ തന്നെ ആപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. കാരണം ഞാനത് മുമ്പ് ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫ്രീ ആപ്പാണ്. അപ്പോൾ ഏകദേശം 2 വർഷമായി അത് ലോഞ്ച് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ അപ്പം മുതൽ ഇപ്പൊ വരെയും അതിൽ തന്നെയാണ് കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. പക്ഷെ തമ്പനയിലും കാര്യങ്ങളൊന്നും നമുക്ക് അതിൽ ചെയ്യാൻ പറ്റത്തില്ല. വീഡിയോ മാത്രമേ എഡിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ വീഡിയോ എഡിറ്റിങ്ങിന് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ആപ്പാണ് കേട്ടോ. എല്ലാവരും ചൂസ് ചെയ്യുന്നത് ഇൻഷൂട്ട് എന്നൊരു ആപ്പാണ്. ഇൻഷൂട്ടിൽ അധികം സ്റ്റിക്കേഴ്സോ അങ്ങനെ കാര്യങ്ങളൊന്നും എനിക്ക് ഇല്ലാത്ത പോലെ തോന്നി. പിന്നെ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ വളരെ സ്ലോ ആണ് കേട്ടോ. കുറച്ച് സ്ലോ എന്ന് തോന്നി. എനിക്ക് തോന്നിയതാവാം, പക്ഷെ എനിക്ക് നല്ലതെന്ന് തോന്നുന്നത് YT Create ആണ് കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ ഇൻഷോട്ട് ആയിരിക്കാം. പലർക്കും പലതാണല്ലോ ഇഷ്ടപ്പെടുക. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതി എങ്ങനെയെന്ന് സ്ക്രീൻ റെക്കോർഡ് സഹിതം നിങ്ങൾക്ക് കാണിച്ചു തരാം. താല്പര്യമുള്ളവർ ഇത് ചെയ്ത് നോക്കുക. തുടക്കക്കാരാകുമ്പോൾ വളരെ ഈസി ആയിട്ട് YT Create ആപ്പിൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ആണ് കേട്ടോ. വെറുതെ പറയുന്നതല്ല. കാരണം എനിക്ക് കുറച്ച് റിസ്ക് ഉള്ളതൊന്നും ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞ് ഞാൻ ഈ YT Create ആപ്പിലാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം മറ്റുള്ളതൊക്കെ എനിക്ക് കുറച്ച് എന്തോ റിസ്ക് പോലെ തോന്നുന്നുണ്ട്. റിസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ ഊന്നി നോക്കാൻ വയ്യാത്തത് കൊണ്ടായിരിക്കാം. പക്ഷേ YT Create എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാകും കേട്ടോ. എല്ലാ കാര്യങ്ങളും ഒരിക്കൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നൊന്നുമില്ല. അപ്പോൾ ഒരു വീഡിയോ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് എന്ന് ഞാൻ എൻ്റെ രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സബ് ഇല്ല, വാച്ചവേഴ്സ് ആയിട്ടില്ല, വ്യൂസ് ഇല്ല എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന തുടക്കക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഒരു വീഡിയോ ഇടുമ്പോഴേക്കും നമുക്ക് നല്ല വ്യൂസും കാര്യങ്ങളൊന്നും വരത്തില്ല. തുടരെ വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കണം. അപ്പോൾ നമ്മൾ ഓരോ വീഡിയോ ഇടുമ്പോഴും അതിൻ്റെ പോരായ്മകൾ എന്തെന്ന് അറിഞ്ഞ് അടുത്ത വീഡിയോയിൽ എഡിറ്റ് ചെയ്യുമ്പോൾ കറക്റ്റാക്കി ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല വ്യൂസും കാര്യങ്ങളും കൂടി വരാൻ സാധ്യതയുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കുക. പിന്നെ നമുക്ക് ഏത് വീഡിയോയിലാണോ നല്ല സബ്സ്ക്രൈബേഴ്സും ഏത് വീഡിയോയിലാണോ നല്ല വ്യൂസും ഉള്ളത് അത് നോക്കിയിട്ട് അതുപോലെയുള്ള വീഡിയോകൾ അടുത്തതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. അതേ വീഡിയോയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതേ രീതിയിൽ അതിൻ്റെ മെത്തേഡിൽ അടുത്ത വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. എങ്കിലും നിങ്ങൾക്ക് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ കൂടി വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് YT Create ആപ്പിൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതെന്ന് സ്ക്രീൻ റെക്കോർഡ് സഹിതം കാണിച്ചു തരാം. അപ്പോൾ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇതിനു മുമ്പ് ഞാൻ ഏകദേശം 85-ൽ കൂടുതൽ യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് ഞാൻ പ്ലേലിസ്റ്റ് ആക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. താല്പര്യമുള്ളവർ കാണുക. തുടക്കക്കാരായിട്ടുള്ള യൂട്യൂബേഴ്സിനായിരിക്കും കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. പിന്നെ ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും. ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യാന്ന് വെച്ചാൽ ഞാനിടുന്ന ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോകാം. ഓക്കെ. അപ്പോൾ YT Create ആപ്പ് ഇതുവരെയും ഡൗൺലോഡ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് YT Create ആപ്പ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. താഴെ കാണുന്ന യൂട്യൂബ് ക്രിയേറ്റ് എന്ന ആപ്പാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തതാണ്. അതാണ് ഓപ്പൺ എന്ന് കാണിക്കുന്നത്. അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഈ ആപ്പിൽ കുറേ പുതിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. ക്രിയേറ്റ് വിത്ത് ടെംപ്ലേറ്റ്സ് ആണ്. 10 ഫോട്ടോസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സൗണ്ടോട് കൂടി ഷോർട്സ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ താഴെ കാണുന്ന പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരെ ഗാലറിയിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ സെലക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇമ്പോർട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ വീഡിയോ ആപ്പിലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ എഡിറ്റ് ചെയ്ത് മാറ്റങ്ങൾ വരുത്താം കേട്ടോ. താഴെ ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. എല്ലാ ആപ്പിലും ഉള്ള പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഫിൽറ്റർ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫിൽറ്റർ സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ വൈബ്രൻറ്റ് എന്ന് പറഞ്ഞ ഫിൽറ്ററാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനിയും കട്ടായിട്ട് വീഡിയോ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സൈഡ് കാണുന്ന പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ഗാലറിയിലോട്ട് പോകും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വീഡിയോ ഇമ്പോർട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ ഒരു വീഡിയോ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ വന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എത്ര വീഡിയോ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഫിൽറ്റർ നോക്കിക്കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് എഫക്റ്റ് ആണ് കേട്ടോ. എഫക്റ്റിൽ പോകുന്നുണ്ട്. അപ്പോൾ എഫക്റ്റിൽ പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്ക് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് കാണിച്ചു തരികയാണ്. ഇങ്ങനെയുള്ള എഫക്റ്റുകളൊക്കെയാണ് കേട്ടോ ഉള്ളത്. ഇമ്പോർട്ട് ആയി കിട്ടുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് അത് വരും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല ഈ വീഡിയോയ്ക്ക്. അപ്പോൾ ഞാൻ എങ്കിലും കാണിച്ചു എന്നുള്ളൂ കേട്ടോ. ഓപ്ഷൻ അനുസരിച്ച് പിന്നെ അഡ്ജസ്റ്റ് ആണ്, അതിൻ്റെ ബ്രൈറ്റ്നെസ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതിൽ കാണിക്കുന്നത്. അടുത്തതെന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആണ് കേട്ടോ. നമുക്ക് ഇതിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം പോയി കിട്ടും. അപ്പോൾ നമുക്ക് നമ്മളെന്തെങ്കിലും വീഡിയോ പറയുകയാണെന്ന് വെച്ചാൽ, നമ്മളെ കാണിച്ച് പറയുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവറിൽ പോയി കഴിഞ്ഞാൽ കട്ട് ഔട്ട് എന്ന് കാണും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മാറിക്കിട്ടും കേട്ടോ. വേണ്ടെങ്കിൽ നമുക്ക് നെന്നെന്ന് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഡണ്ണ് കൊടുക്കുക. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ക്ലിയർ ആയി കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് കളർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഞാനൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. പിന്നെ അടുത്തത് ട്രാൻസിഷൻ ആണ് കേട്ടോ. അത് ആനിമേഷൻ തന്നെയാണ്. അപ്പോൾ നമുക്കിഷ്ടമുള്ള ആനിമേഷൻ സ്ലൈഡ് രൂപത്തിൽ കാണുന്നില്ലേ, അതാണ്. പിന്നെ സ്പീഡ്, അപ്പോൾ സ്പീഡ് കൂട്ടിയും കുറച്ചൊക്കെ വെക്കാം കേട്ടോ. അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. നിങ്ങളുടെ ഇഷ്ടാനുസരണം സ്പീഡ് കൂട്ടിയും കുറച്ചൊക്കെ വെക്കാം കേട്ടോ. അടുത്തത് വോള്യം ആണ് കേട്ടോ. വോള്യം ഇപ്പോൾ ഇതിൽ 2 അത് നമുക്ക് 4 വരെ ആക്കി കൊടുക്കാം കേട്ടോ. നല്ല വോള്യം ഉണ്ട്. അടുത്തത് ഓഡിയോ ക്ലീനപ്പ് ആണ് കേട്ടോ. അത് നമ്മളിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ എന്തെങ്കിലും വേറെ സൗണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാനാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കാണും. അപ്പോൾ അത് 100% ആയി കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് നോയ്സൊക്കെ ക്ലിയർ ആയി കിട്ടും കേട്ടോ. കണ്ടില്ലേ, ക്ലിയർ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഈ സെക്ഷനിൽ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഓവർലേയും കാര്യങ്ങളൊക്കെയാണ്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് നമുക്ക് നമ്മുടെ വീഡിയോ സെലക്ട് ചെയ്യുക. കണ്ടില്ലേ, വീഡിയോ സെലക്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റത്തെ ഒരു ആരോ മാർക്ക് ചിഹ്നം കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓവർലേ ടെക്സ്റ്റ് ഒക്കെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഓവർലേയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ഗാലറിയിലോട്ട് പോകും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ആണെങ്കിൽ വീഡിയോ, ഇമേജ് ആണെങ്കിൽ ഇമേജ്, എന്ത് വേണമെങ്കിലും സെലക്ട് ചെയ്ത് ഇമ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലോട്ട് വരുന്നതായിരിക്കും കേട്ടോ. കണ്ടില്ലേ, അതിൻ്റെ മേലെ വന്ന് കിടക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കത് എവിടെ വേണമെങ്കിലും മാറ്റി വയ്ക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും ഓവർലേ ആയിട്ട് കൊടുക്കാം. ഇനി അടുത്തത് ടെക്സ്റ്റ് ആണ് കേട്ടോ. ഓവർലേൻ്റെ തൊട്ടടുത്ത് ടെക്സ്റ്റ് എന്ന് എഴുതിയത് കണ്ടിട്ടുണ്ടാവില്ലേ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് മോഡൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സാധാ ടൈപ്പ് ടെക്സ്റ്റും ഉണ്ട്, അല്ലാതെ എഫക്റ്റ് ടെക്സ്റ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വേറെ ടൈപ്പ് ചെയ്യാം കേട്ടോ. അത് ഡിലീറ്റ് ചെയ്തിട്ട് നമ്മുടെ ടോപ്പിക് എന്താണോ അതനുസരിച്ച് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സൈസും കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും, എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാൻ പറ്റും. അടുത്തത് സ്റ്റിക്കറാണ് കേട്ടോ. തൊട്ടടുത്ത് കണ്ടില്ലേ സ്റ്റിക്കർ എന്ന്, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ സ്റ്റിക്കർ വരും. ഒരുപാട് സ്റ്റിക്കറും കാര്യങ്ങളുണ്ട്. ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് സ്റ്റിക്കർ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് സെർച്ചിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സ്റ്റിക്കേഴ്സ് സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ സബ്സ്ക്രൈബേഴ്സ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമായിട്ട് കാണിക്കുന്നുണ്ട്. കണ്ടില്ലേ, സബ്സ്ക്രൈബേഴ്സിൻ്റെ വിവിധ മോഡലുകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വരുന്നതായിരിക്കും കേട്ടോ. വലുതാക്കുകയാണെങ്കിൽ വലുതാക്കാം, ചെറുതാക്കുകയാണെങ്കിൽ ചെറുതാക്കാം. പിന്നെ വീഡിയോൻ്റെ എൻഡ് വരെ വേണമെങ്കിൽ വലിച്ചു നീട്ടാം കേട്ടോ. എത്ര വേണമെങ്കിലും എല്ലാം അത് നമുക്ക് വലിച്ചു നീട്ടാൻ പറ്റും. നമ്മൾ ഓവർലേ ചെയ്തതെല്ലാം വലിച്ചു നീട്ടാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സൗകര്യം അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ കട്ട് ചെയ്യാം, പകുതി വേണമെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കാം, എല്ലാം ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടില്ല, ഞാൻ എല്ലാം വലിച്ചു നീട്ടി കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇനി വേറൊരു സ്റ്റിക്കറും കൂടെ ആഡ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുന്ന സ്റ്റിക്കറാണിത്. അപ്പോൾ അതും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇതിൽ നിന്നും സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഓവർലേ കൊടുക്കുന്നത്. എല്ലാവർക്കും അപ്പോൾ ഓവർലേ കൊടുക്കാൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് സൗണ്ട് എന്ന് കണ്ടില്ലേ, ആ സൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സൗണ്ടും കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ മ്യൂസിക്കായിട്ട് സൗണ്ട് എഫക്റ്റ്, നമുക്ക് ഇവിടെ ഇല്ലാത്ത മ്യൂസിക് സെർച്ച് ചെയ്ത് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയിലോട്ട് മ്യൂസിക് പോകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇമ്പോർട്ട് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താ വന്നിട്ടുണ്ട് കേട്ടോ, ഗ്രീൻ കളർ കണ്ടില്ലേ. അപ്പോൾ നമുക്ക് എവിടെ വെച്ചാണോ മ്യൂസിക് വേണ്ടത് അവിടേക്ക് നീട്ടി കൊടുക്കാൻ പറ്റും കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇനിയും അതേ മ്യൂസിക് വേണമെങ്കിൽ ഒന്നുകൂടെ പോയിട്ട് നമുക്ക് എടുത്ത് ഇവിടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അടുത്തത് വോയിസ് ഓവർ ആണ് കേട്ടോ. വോയിസ് ഓവറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൺലി ദിസ് ടൈം എന്ന് അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് വോയിസ്
കൊടുക്കാവുന്നതാണ് കേട്ടോ. കണ്ടില്ലേ, അപ്പോൾ ഇത്രയ്ക്കേ ഞാൻ വോയിസ് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കൂട്ടി കൊടുക്കാം. അതിൻ്റെയും ഓഡിയോ ക്ലീനപ്പൊക്കെ നമുക്ക് മുമ്പത്തെ പോലെ ആക്കി കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഓഡിയോ ക്ലീനപ്പ് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വോയിസ് ഓവറിൻ്റെ കൂടെ മ്യൂസിക്കും വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് മ്യൂസിക്കിൻ്റെ സൗണ്ട് കുറച്ച് വെക്കാം. അപ്പോൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റിംഗ് മുഴുവനായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി മേലെ കാണുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പോർട്ടായി കിട്ടുന്നതായിരിക്കും. നേരെ ഗാലറിയിലോട്ട് പോകും കേട്ടോ. 100% ഫുള്ളായി വരണം, എങ്കിൽ മാത്രമേ എക്സ്പോർട്ടിങ് കംപ്ലീറ്റ് ആകത്തുള്ളൂ കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ വേഗത്തിൽ കാണിച്ചു തന്നെ കേട്ടോ. അപ്പോൾ ഡൗൺലോഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുവരെയും വീഡിയോ എഡിറ്റ് ചെയ്യാൻ അറിയാത്തവർക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും